സ്റ്റുഡൻസ് നമ്മൾ ഐ സി ഡി എസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നമ്മൾ ആദ്യത്തെ ലെക്ചറിൽ നമ്മൾ ചെയ്തു. എന്താണ് ഐ സി ഡി എസ്, ഐ സി ഡി എസ് വന്നതിൻ്റെ പിന്നിലെ ബാക്ക്ഗ്രൗണ്ട്, ഐ സി ഡി എസും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഐ സി ഡി എസിനകത്തുള്ള ടെക്സ്റ്റ് എന്താണ് ഐ സി ഡി എസിനകത്ത് പറയാമെന്നുള്ള ഡീറ്റെയിൽഡ് അറിയണമെങ്കിൽ ഫോർ നോളജ് പർപ്പസ് യു ക്യാൻ റീഡ് യുവർ സ്റ്റഡി മെറ്റീരിയൽ. ഞാൻ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 1 മുതൽ 10 വരെയുള്ള ഐ സി ഡി എസിനെ പറ്റി ഒരു അനാലിസിസ് നടത്തുവാണ്. പ്യോർലി എക്സാം ഓറിയൻറ്റഡ് ആണ്, പരീക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശരിക്കും പ്രോപ്പർ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വായിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ കാതലായിട്ടുള്ള ഓരോ ഐ സി ഡി എസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഐ സി ഡി എസ് 1 ആണ് നമ്മൾ ആദ്യം ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതേ ഓർഡറിൽ തന്നെ നമുക്ക് പോകാം. സോ ഫസ്റ്റ് ഐ സി ഡി എസ് 1. ഐ സി ഡി എസ് 1ൻ്റെ പേര് അക്കൗണ്ടിങ് പോളിസീസ് എന്നാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒന്നും അത് തന്നെയല്ലേ, അക്കൗണ്ടിങ് പോളിസീസ് ആണല്ലോ. അപ്പോൾ ഐ സി ഡി എസ് 1ഉം അക്കൗണ്ടിങ് പോളിസീസാണ്. ആക്ച്വലി നമ്മൾ ഈ ഐ സി ഡി എസുകളെല്ലാം വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇൻകം കോമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയെങ്കിലും അതിനകത്തും ഓൾമോസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന വേർഡുകളെല്ലാം തന്നെ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലോ അല്ലെങ്കിൽ ഇന്ത്യ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ ടെർമിനോളജികളും ആ ഒരു ടെക്സ്ചറാണ് അവർ ഐ സി ഡി എസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ വ്യക്തമായ ചില വ്യത്യാസങ്ങൾ, പ്രകടമായ വ്യത്യാസങ്ങൾ അത് ഇത് നമ്മൾ കാണാൻ പറ്റും. ശരിക്കും ആ പ്രകടമായ വ്യത്യാസങ്ങൾ തന്നെയാണ് ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്. അപ്പം കംപ്ലീറ്റ് ഐ സി ഡി എസും പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു പ്രിൻസിപ്പിൾ, അവർ ഐ സി ഡി എസ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ടാക്സിലെ ഇൻകത്തിനെ കുറച്ച് കൂട്ടിക്കാണിക്കുക, എന്ന് വെച്ചാൽ അസസിയെ കൊണ്ട് കൂടുതൽ ടാക്സ് ഇനിഷ്യലി അടപ്പിക്കുക. അപ്പം ഇനിഷ്യലി ഇൻകം കൂട്ടുന്ന രീതിയിൽ, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് അക്കൗണ്ട്സ് പ്രകാരം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻകത്തിനെ കൂട്ടുന്ന ഒരു ആംഗിളിലാണ് ഐ സി ഡി എസ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മനസ്സിൽ വെച്ചിരിക്കാൻ ഞാൻ പറഞ്ഞ ഐഡിയ ആണ്. കാരണം എപ്പോഴും ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ എന്താണ്, കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതല്ലേ അവരുടെ ഇൻറ്റൻഷൻ. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷനിൽ തന്നെയാണ് അവരത് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഐ സി ഡി എസ് 1 അക്കൗണ്ടിങ് പോളിസീസിൽ നമ്മുടെ അക്കൗണ്ട്സിൽ ഉപയോഗിച്ചിരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ബട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം ഐ സി ഡി എസ് 1 പ്രധാനപ്പെട്ട ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസായ ഗോയിങ് കൺസേൺ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഐ സി ഡി എസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റൻസി എന്നുള്ള പ്രിൻസിപ്പിൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അക്രൂവൽ അല്ലെങ്കിൽ മർക്കൻഡൈൽ സിസ്റ്റം, അക്രൂവൽ ഗോയിങ് കൺസേൺ, അതുപോലെ തന്നെയാണ് അക്രൂവൽ. അപ്പം മർക്കൻഡൈൽ ആ സിസ്റ്റവും അതിൽ ഡ്യൂ, ഔട്ട്സ്റ്റാൻഡിങ്, അതൊരു പർട്ടിക്കുലർ പീരീഡിലേക്കുള്ള എക്സ്പെൻസ് പീരീഡിലേക്കുള്ള ഇൻകം, ആ മാച്ചിങ് അത് ഫോളോ ചെയ്യുന്നുണ്ട്, അത് റെക്കഗ്നൈസ്. അപ്പോൾ ഐ സി ഡി എസ് 1 പറയുന്നു ഫണ്ടമെൻ്റൽ അസംഷൻസ് ആപ്ലിക്കബിൾ ആണ്, ടാക്സിലും ആപ്ലിക്കബിൾ ആണ്, പി ജി ബി പിയിലും ഐ എഫ് ഒസിലും ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ്, കൺസിസ്റ്റൻസി ആപ്ലിക്കബിൾ ആണ്, അക്രൂവൽ ആപ്ലിക്കബിൾ. എന്താണ് കൺസിസ്റ്റൻസി? നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ ഇയറിൽ ചെയ്താൽ അതേ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെ സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ അതേ ഐറ്റത്തിന് നമ്മൾ ചെയ്യണം. അതാണ് കൺസിസ്റ്റൻസി. ഒരിക്കലും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ഷിഫ്റ്റ് ചെയ്യരുത്. അതാണ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗോയിങ് കൺസേൺ, ഒരു ബിസിനസ് ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്യും എന്നുള്ള അസംഷനിലാണ് നമ്മൾ എക്സ്പെൻസുകളെയും ഇൻകത്തിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. അക്രൂവൽ എന്ന് പറയുന്നത് കോൺസെപ്റ്റും അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇയറിലെ കംപ്ലീറ്റ് ഇൻകം വന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെൻസ് വരണം. എക്സ്പെൻസ് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കുള്ള എക്സ്പെൻസ് ആ പീരീഡിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യണം. ഇതൊക്കെയാണ് അക്രൂവലിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഒരു വലിയ പ്രശ്നം പറ്റിയത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്തുള്ള 2 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളുകൾ നമ്മുടെ ഐ സി ഡി എസ് 1 മിസ്സിംഗ് ആണ്. ഒന്ന് മെറ്റീരിയാലിറ്റി മിസ്സിംഗ് ആണ്, 2 പ്രൂഡൻസ് എന്നുള്ള പ്രിൻസിപ്പിൾ മിസ്സിംഗ് ആണ്. അതിലിപ്പോൾ മെറ്റീരിയാലിറ്റി ഓക്കെ, അത്ര വലിയ പ്രശ്നമില്ല. മെറ്റീരിയാലിറ്റി എന്നുള്ള പ്രിൻസിപ്പിൾ മിസ്സിംഗ് ആയാലും വലിയ കുഴപ്പമില്ലെന്ന് വയ്ക്കാം. കാരണം മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്താണ്, നമ്മളിപ്പോൾ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു മിസ്റ്റേക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടായാൽ അത് അത്ര മെറ്റീരിയൽ അല്ലാത്ത കാര്യമാണെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം. അതാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. പക്ഷേ ടാക്സിൽ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ ഇല്ല. അപ്പോൾ അതിൻ്റെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ടുകൾ, വളരെ ചെറിയ വ്യത്യാസങ്ങൾ, വളരെ ചെറിയ വേരിയേഷൻസ് വന്നാൽ പോലും അത് എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചാൽ നമ്മളത് റീകൺസിൽ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം മെറ്റീരിയാലിറ്റി എന്നുള്ള പ്രിൻസിപ്പിൾ അക്കൗണ്ട്സിലേ ഉള്ളൂ, ടാക്സിൽ ഐ സി ഡി എസ് 1 അത് മിസ്സിംഗ് ആണ്. ശരി, അത് മെറ്റീരിയാലിറ്റിയുടെ കാര്യം. പക്ഷേ ഏറ്റവും വലിയ അപകടം പ്രൂഡൻസ് ആണ്. നമ്മുടെ അക്കൗണ്ട്സിലുള്ള ഒരു ഭയങ്കര വലിയ പ്രിൻസിപ്പിളല്ലേ പ്രൂഡൻസ്. പ്രൂഡൻസിൻ്റെ പ്രിൻസിപ്പിൾ ഇങ്ങനെ 2 അക്ഷരത്തിൽ അല്ലെങ്കിൽ 2 സെൻറ്റൻസിൽ പറഞ്ഞുതരാൻ കഴിയില്ല. അതിൻ്റെ ഒരു എസൻസ് ഞാൻ പറയാം. എന്താണ് പ്രൂഡൻസിൻ്റെ എസൻസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലൈബിലിറ്റി വരാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടാൽ, സോ ഇഫ് യു ഹാവ് എനി നോൺ ലൈബിലിറ്റീസ്, അറിയാമെന്നുള്ളൊരു ലൈബിലിറ്റി ഉണ്ടെങ്കിൽ കൃത്യമായി അതിനെന്ത് ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പ്രൂഡൻസിൻ്റെ പ്രിൻസിപ്പിളാണ്. എന്തെങ്കിലും ഒരു എക്കണോമിക് ഔട്ട്ഫ്ലോ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി അതിന് എന്ത് ക്രിയേറ്റ് ചെയ്തിരിക്കണം, പ്രൊവിഷൻ. സാധ്യത മതി. അത് ശരിക്കും ആ ലൈബിലിറ്റി ഉണ്ടാകുമെന്ന് ഷുവർട്ടി തരുന്ന ഒരു വെർച്വൽ സെർട്ടനിറ്റി നമ്മുടെ കയ്യിലില്ല.
അതിനൊരു എവിഡൻസ് ഇല്ല, അത് കൊടുക്കേണ്ടി വരുന്നു ഉറപ്പ് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഒരു പോസിബിൾ ലൈബിലിറ്റിയാണ് എങ്കിൽ നിർബന്ധമായും നിങ്ങൾ അതിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം, അതിന് എക്സ്പെൻസ് ആയിട്ട് അക്കൗണ്ട് ചെയ്ത് പേയബിൾ എൻട്രി ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇത് അക്കൗണ്ട്സിലെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ പ്രൂഡൻസിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ ഒരു ഏറ്റവും വലിയ എസൻസ് ആണത്. അവർ പറഞ്ഞ ICDSൽ പറയാണ് പ്രൂഡൻസ് ഇൻകം ടാക്സിൽ ഇല്ലെന്ന്. ഈ പ്രൂഡൻസ് ഇൻകം ടാക്സിൽ മിസ്സിംഗ് എന്ന് പറയുമ്പോഴേ ഞാനിപ്പോൾ പറഞ്ഞത് എക്സ്പെൻസിൻ്റെ സൈഡാണ്. ഏത് ഒരു ഓൾ ദ പോസിബിൾ നോൺ ലൈബിലിറ്റീസിന് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, പ്രൂഡൻസിൻ്റെ പ്രിൻസിപ്പിളാണ്. പക്ഷേ ടാക്സിൽ ആ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ മിസ്സിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന് ഇമ്പാക്റ്റ്? പക്ക വെർച്വൽ സെർട്ടനിറ്റി, വെർച്വൽ ക്ലിയർ എവിഡൻസ് കിട്ടിയിട്ട് മാത്രം എന്ന് വെച്ചാൽ ഒരു ലൈബിലിറ്റി ഉണ്ടാകും, എക്കണോമിക് ഔട്ട്ഫ്ലോ വേണ്ടി വരും എന്ന് പക്ക വെർച്വൽ സെർട്ടനിറ്റി ഉണ്ടായാലേ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇൻകം ടാക്സിൽ. പക്ഷേ അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അക്കൗണ്ട്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പല പ്രൊവിഷൻസും പല എക്സ്പെൻസുകൾ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നതും നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ICDS 1 പ്രൂഡൻസ് മിസ്സിംഗ് ആയതുകൊണ്ട് ഡിസലവ് ചെയ്യപ്പെടും. കാരണം ഇവിടെ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ ഇല്ല. മാത്രമല്ല ഈ പറഞ്ഞ സെയിം കാര്യത്തിനെ ബേസ് ചെയ്ത് പ്രൂഡൻസ് മിസ്സിംഗ് ആണെന്നുള്ളത് വളരെ തെളിവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ICDS 10 പഠിക്കുമ്പോഴാണ്. ICDS 10 എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻസ്, കണ്ടിജൻറ്റ് ലൈബിലിറ്റി, കണ്ടിജൻറ്റ് അസറ്റാണ് ICDS 10. ഈ ICDS 10-നകത്ത് ഇത് വളരെ പ്രകടമാണ്, കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊരു പോസിബിലിറ്റി ഉണ്ടായെന്നും പറഞ്ഞ് എക്കണോമിക് ഔട്ട്ഫ്ലോയുടെ പോസിബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞ് പ്രൂഡൻസിന് നിങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പ്രകാരം നിങ്ങൾ എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് പേയബിൾ എൻട്രി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്താൽ ഇൻകം ടാക്സിൽ ആ എക്സ്പെൻസ് അനുവദിക്കില്ല, ഡിസലവ് ചെയ്യും. എന്നിട്ട് അവർ പറയുകയാണ് അവിടെ വെർച്വൽ സെർട്ടനിറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്താൽ മതിയെന്ന്. ഞാനിപ്പോൾ പറഞ്ഞ എക്സ്പെൻസ് സൈഡാണ്. പ്രൂഡൻസ് ഇൻകം സൈഡിൽ വരുമ്പോൾ എങ്ങനെയാണ് പ്രൂഡൻസ് സൈഡ് നമ്മൾ പറയുന്നത്? പ്രൂഡൻസിൻ്റെ പ്രിൻസിപ്പിൾ ഇൻകം സൈഡ് വരുമ്പോൾ നിങ്ങൾക്കൊരു ഇൻകം കിട്ടാൻ ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. ഇൻകം കാണിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ വരുമ്പം പ്രൂഡൻസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? വെർച്വൽ സെർട്ടനിറ്റി. ആ ഇൻകം കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ഇൻകം ബുക്കിലേക്ക് റിക്കഗ്നൈസ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ അതിനെ കണ്ടിജൻറ്റ് അസറ്റാക്കി മാറ്റി വയ്ക്കണം, ഒരിക്കലും നമ്മൾ അകത്തോട്ട് എടുക്കരുത്. ഇതാണ് അവിടുത്തെ കോൺസെപ്റ്റ്. അപ്പോൾ വെർച്വൽ സെർട്ടനിറ്റി ഇല്ലാതെ ഇൻകം റിക്കഗ്നൈസ് ചെയ്യരുത്. അവിടെ വരുമ്പോൾ ഇതാണ് പ്രൂഡൻസ് പ്രിൻസിപ്പിൾ. ICDSൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ ഇല്ലെന്ന്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താ? നെറ്റ് ഇമ്പാക്റ്റ് എന്താ? ICDSൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ നെറ്റ് ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ നെറ്റ് ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ റീസണബിൾ സെർട്ടനിറ്റി ഇല്ലെങ്കിൽ പോലും, വെർച്വൽ സെർട്ടനിറ്റി ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ചില സാഹചര്യങ്ങളിൽ ഇൻകം ടാക്സിൽ എടുക്കേണ്ടി വരും. കാരണം ICDSൽ റവന്യൂ റെക്കഗ്നിഷൻ പോലുള്ള സെപ്പറേറ്റ് ICDS ഉണ്ട്. ഈ ബാക്കി എല്ലാ ICDSും വന്നിരിക്കുന്നത് ICDS 1 എന്നുള്ള മദർ ICDSൻ്റെ അതിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പം ഇതൊരു മദർ ICDS ആണ്. ICDS 1ൻ്റെ കോൺസെപ്റ്റ് നല്ല ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ ബാക്കി ICDSലെ പല പ്രിൻസിപ്പിൾ പഠിക്കുമ്പോഴും നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൂഡൻസ് മിസ്സിംഗ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കാരണം ഇത് ഏറ്റവും മെയിനായിട്ടുള്ള മാസ്റ്റർ ICDS 1 ആ മാസ്റ്റർ ICDSൽ നിന്ന് നല്ല കാര്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രൂഡൻസ് എന്ന് പറഞ്ഞ വേർഡിനെ പറ്റി മിണ്ടിയിട്ടില്ല ICDSൽ. ബട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ത്രൂ ഔട്ട് വരുന്ന പ്രിൻസിപ്പിളാണ് പ്രൂഡൻസ്. ബട്ട് ഇവിടെ പ്രൂഡൻസ് മിണ്ടിയിട്ടില്ല. അപ്പോൾ പ്രൂഡൻസ് ഈസ് മിസ്സിങ്. അതുകൊണ്ട് ഒരുപാട് ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാവും. ഒറ്റ വാക്കിൽ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ ഏർലി റിക്കഗ്നിഷൻ ഓഫ് ഇൻകം ഇൻ ടാക്സ് ലോ ആൻഡ് ലേറ്റർ റിക്കഗ്നിഷൻ ഓഫ് എക്സ്പെൻസസ് ഇൻ ടാക്സ് ലോ. അപ്പോൾ ടാക്സ് ലോയിൽ പ്രൂഡൻസ് മിസ്സിംഗ് ആയി കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ICDS ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അക്കൗണ്ട്സിൽ റിക്കഗ്നൈസ് ചെയ്യാത്ത ഇൻകം ടാക്സിൽ റിക്കഗ്നൈസ് ചെയ്യേണ്ടി വരും, പ്രൂഡൻസ് ഇല്ല. അക്കൗണ്ട്സിൽ കാണിക്കുന്ന പല എക്സ്പെൻസും ടാക്സിൽ ഡിസലവ് ചെയ്യപ്പെടേണ്ടി വരും, പ്രൂഡൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പാക്റ്റാണ്. ആ പ്രൂഡൻസ് മിസ്സിംഗ് ആവുന്നതിൻ്റെ ചില ഇമ്പാക്റ്റുകൾ ICDSൽ വരുന്നത് നമുക്ക് ഇതിൻ്റെ തിയറി പഠിച്ചതിന് ശേഷം ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. 2 ICDS 1 അപ്പം ICDS 1 ആദ്യത്തെ പോയിന്റിൽ ആദ്യത്തെ പാരഗ്രാഫിലെ പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. മെറ്റീരിയാലിറ്റി എന്നും പ്രൂഡൻസും എന്നുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ 2 സുപ്രധാന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ 2 സുപ്രധാനമായ തത്വങ്ങൾ നമ്മുടെ ICDS 1 മിസ്സിംഗ് ആണ്. അതങ്ങനെ മിസ്സിംഗ് ആയതുകൊണ്ട് അക്കൗണ്ടൻസിയിൽ ഈ തത്വം അനുസരിച്ച് വരുന്ന പല കാര്യങ്ങളെയും ടാക്സിൽ വിസ്മരിക്കേണ്ടി വരും. അത് ഇൻകം സൈഡ് വരാം, ലൈബിലിറ്റി സൈഡ് അല്ലെങ്കിൽ എക്സ്പെൻസ് സൈഡ് വരാം. 2 പക്ഷേ ബാക്കി ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, അക്രൂവൽ, ദാറ്റ് പ്രിൻസിപ്പിൾ ഇസ് ഫോളോയിങ്. അക്കൗണ്ട്സിലെ സെയിം പ്രിൻസിപ്പിൾ ഇസ് ഫോളോഡ് ഇൻ ടാക്സ് ഓൾസോ. നമ്പർ 2 ട്രാൻസാക്ഷൻസിൻ്റെ ട്രീറ്റ്മെൻറ്റും ട്രാൻസാക്ഷൻസിൻ്റെ പ്രസൻറ്റേഷനും പ്രിഫറൻസ് ഷുഡ് ബി ഫോർ സബ്സ്റ്റൻസ് റാദർ ദാൻ ഫോം. ഇത് നമ്മുടെ അക്കൗണ്ടൻസിയിലെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. അത് ടാക്സിൽ അവർ അംഗീകരിക്കുന്നുണ്ട്. സബ്സ്റ്റൻസ് ഓവർ ഫോം എന്നുള്ള ആ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ടാക്സ് ലോയിലും ആപ്ലിക്കബിൾ ആണ്, അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് യാതൊരുവിധ എന്തുമില്ല, ഡീവിയേഷനും ഇല്ല. അക്കൗണ്ട്സിൽ പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ പറയുന്ന ആ പ്രിൻസിപ്പിൾ തന്നെയാണ് ICDS 1 വരുന്നത്. പക്ഷേ ആദ്യത്തിനകത്ത് വ്യത്യാസങ്ങളുണ്ട്. കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം? മെറ്റീരിയാലിറ്റി ഈസ് മിസ്സിങ്, പ്രൂഡൻസ് ഈസ് മിസ്സിങ്. പക്ഷേ രണ്ടാമത്തിൽ വരുമ്പോൾ കാര്യമായ പോയിന്റ് ഇല്ല, കാരണം വ്യത്യാസമില്ല, ഡീവിയേഷൻ ഇല്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഡീവിയേഷൻ ഇല്ല, അതുകൊണ്ട് അതിന് വലിയ ഇമ്പാക്റ്റും ഇല്ല.
നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ ഇൻകം ടാക്സ് ലോയ്ക്കകത്ത് പല സ്ഥലത്തും സബ്സ്റ്റൻസ് ഓവർ ഫോം പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാറില്ലേ? ഉദാഹരണത്തിന് സെക്ഷൻ 32 പഠിക്കുമ്പം മൈസൂർ മിനറൽസ് ലിമിറ്റഡ്, പോഡാർ സിമെൻറ്റ് ലിമിറ്റഡ്, ICDS ലിമിറ്റഡ് എന്താണ് ടു ക്ലെയിം ദ ഡിപ്രീസിയേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ടാൻജിബിൾ ബിൽഡിംഗ് ആൻഡ് റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, രജിസ്റ്റേർഡ് ഓണർഷിപ്പ് ഈസ് നോട്ട് കമ്പൽസറി, ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ഈസ് ഇനഫ് എന്നുള്ള പ്രിൻസിപ്പിൾ പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ പല കേസിൽ കോടതിയും പറഞ്ഞിട്ടില്ലേ, 54 മുതൽ 54 GB വരെയുള്ള എക്സംഷൻസിനകത്ത് പല സ്ഥലത്ത് ന്യൂലി അക്വേർഡ് അസറ്റ് അസസിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്നില്ലല്ലോ. ട്രാൻസ്ഫറിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 47 ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ട്രാൻസാക്ഷൻ പാർട്ട് പെർഫോമൻസേ നടന്നിട്ടുള്ളൂ. സെക്ഷൻ 53A ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ച് പാർട്ട് പെർഫോമൻസ് നടന്നാലും അതിനെ ഒരു ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നില്ലേ? കാരണം അതൊക്കെ ടാക്സിന് അനുകൂലമാണ്. അതുകൊണ്ട് അവർ ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തു. ഇത് ടാക്സിൽ ഉടനീളം കാണാൻ പറ്റുന്ന പ്രിൻസിപ്പിളാണ് സബ്സ്റ്റൻസ് ഓവർ ഫോം. ക്ലബിങ്ങിനകത്തുള്ള പല കേസിലും സബ്സ്റ്റൻസ് ഓവർ ഫോം പ്രിൻസിപ്പിൾ അല്ലേ അപ്ലൈ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? നെക്സ്റ്റ് വൺ ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡീവിയേഷൻ ഫ്രം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. മാർക്ക്ഡ് ടു മാർക്കറ്റ് ലോസസ്. മാർക്ക്ഡ് ടു മാർക്കറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിലിരിക്കുന്ന സാധനങ്ങളെ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഡേറ്റ് 31 മാർച്ച് ഡേറ്റിൽ ബുക്കിൽ വെച്ചിരിക്കുന്ന വാല്യൂ ആ സാധനത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ഈ ആ ബുക്കിൽ വെച്ചിരിക്കുന്ന അസറ്റിന് എന്തെങ്കിലും ഡിപ്ലീഷൻ വന്നാൽ ആ ഡിപ്ലീഷനെ നമ്മൾ P&L അക്കൗണ്ടിലൂടെ ചാർജ് ചെയ്യും. ശരിയല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റുകളെ നമ്മൾ മാർക്കറ്റ് റേറ്റിലെ വാല്യൂമായിട്ട് കമ്പയർ ചെയ്ത് ഡിപ്ലീഷിയേറ്റ് ചെയ്ത് ആ വാല്യൂവിനെ നമ്മൾ അതിലുണ്ടായ ആ കുറവ് അതിനെ P&L അക്കൗണ്ടിൽ ചാർജ് ചെയ്യത്തില്ലേ? ശരിക്കും അതൊരു പ്രൂഡൻസും കൂടിയാണ്, പ്രൂഡൻസിൻ്റെ ഭാഗമാണ് ഈ MTM. കാരണം നമുക്ക് അത് നഷ്ടം വരാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടാൽ ഇമ്മീഡിയറ്റ്ലി റിക്കഗ്നൈസ് ചെയ്യുന്നുള്ളത് പ്രൂഡൻസ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ആ പ്രൂഡൻസിനെ ചുറ്റിപ്പറ്റിയാണ്. കാരണം പ്രൂഡൻസ് മിസ്സിംഗ് ആയല്ലോ ആദ്യമേ. അപ്പോൾ അവർ പറയുന്നു മാർക്ക്ഡ് ടു മാർക്കറ്റ് ലോസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ലോസ്, പ്രതീക്ഷിക്കുന്ന ലോസ്. എക്സ്പെക്റ്റഡ് ലോസുകളും മാർക്ക്ഡ് ടു മാർക്കറ്റ് ലോസുകളും ഒരു കാരണവശാലും ഇൻകം ടാക്സ് ലോയ്ക്കകത്ത് അനുവദിക്കത്തില്ല എന്ന്. അത് ഒരു കാരണവശാലും മാർക്ക്ഡ് ടു മാർക്കറ്റ് ലോസ് ഓർ എക്സ്പെക്റ്റഡ് ലോസസ് വിൽ നോട്ട് ബി അല്ലെങ്കിൽ ഷാൾ നോട്ട് ബി റിക്കഗ്നൈസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അൺലെസ് ഇറ്റ് ഈസ് പെർമിറ്റഡ് ബൈ എനി അതർ ICDS. അതെന്താ സാർ അൺലെസ് പെർമിറ്റഡ് ബൈ എനി അതർ ICDS? മറ്റ് ചില ICDSകളിൽ ചില എക്സെപ്ഷണൽ കേസുകളിൽ ചില റെയർ കേസുകളിൽ മാർക്ക്ഡ് ടു മാർക്കറ്റ് ലോസ് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ICDS 8 സെക്യൂരിറ്റീസിൻ്റെ കേസിൽ അവർ പറയുന്നുണ്ട് ചില സെക്യൂരിറ്റീസ് സ്റ്റോക്കായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് മാർക്കറ്റിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റിൽ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് അതിൽ വാല്യൂ കുറവുണ്ടെങ്കിൽ P&L കൊണ്ട് ചാർജ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ചില ICDSകളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാർക്ക്ഡ് ടു മാർക്കറ്റ് ലോസ് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പെർമിറ്റ് ചെയ്യുന്ന കേസിൽ നിങ്ങൾ എടുത്തോ. പക്ഷേ ജനറലി മാർക്ക്ഡ് ടു മാർക്കറ്റ് ലോസ് ഓർ എക്സ്പെക്റ്റഡ് ലോസസ് ICDS അല്ലെങ്കിൽ ഇൻകം ടാക്സിനകത്ത് റിക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. ശരിക്കും ഈ ഒരു പോയിന്റിന് ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയാണ് PGBPക്കകത്ത് ഒരു ടിപ്പിക്കൽ ഡിഡക്ഷനും ഡിസലവൻസും കൊണ്ടുവന്നു. നമ്മൾ PGBPയിൽ പഠിച്ചതാണ്. PGBPയുടെ സെക്ഷൻ 36 പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ PGBPക്കകത്തുള്ള സെക്ഷൻ 36 മാർക്ക്ഡ് ടു മാർക്കറ്റ് ലോസസ് കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ICDS ഡെബിറ്റഡ് ടു P&L വിൽ ബി അലൗഡ് ആസ് ആൻ എക്സ്പെൻസ് ആൻഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 40 ക്യാപിറ്റൽ അറ്റ് A സബ്സെക്ഷൻ 13 40A13 പ്രകാരം മാർക്ക്ഡ് ടു മാർക്കറ്റ് ലോസ് ഓർ എക്സ്പെക്റ്റഡ് ലോസസ് വിച്ച് ഇസ് നോട്ട് കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ നോട്ടിഫൈഡ് ICDS ഷാൾ ബി ഡിസലൗഡ് ഇഫ് ഡെബിറ്റഡ് ടു P&L. അപ്പോൾ ആ പോയിന്റ് വന്ന് നോക്കൂ. അപ്പോൾ സെക്ഷൻ 36 മാർക്ക്ഡ് ടു മാർക്കറ്റ് ലോസ് എക്സ്പെക്റ്റഡ് ലോസ് ആസ് പെർ ICDS ആണെങ്കിൽ അനുവദിക്കും. പക്ഷേ സെക്ഷൻ 40 ക്യാപിറ്റൽ ലെറ്റർ സബ്സെക്ഷൻ 13 പ്രകാരം മാർക്ക്ഡ് ടു മാർക്കറ്റ് ലോസ് ഓർ എക്സ്പെക്റ്റഡ് ലോസസ് ഈസ് നോട്ട് ആസ് പെർ ICDS ആണെങ്കിൽ ജനറലി പറഞ്ഞു റിക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ റിക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ PGBPയിൽ ആക്ടിൽ സെക്ഷനും ഉണ്ടാക്കി 40A സബ്സെക്ഷൻ 13 ഡിസലവ് ചെയ്യും. പക്ഷേ ചില ICDSകളിൽ റെയർ സാഹചര്യങ്ങളിൽ ഈവൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിന് ICDS 7 അതുപോലെ ICDS 8 ഒക്കെ പല സ്ഥലത്ത് ഈവൻ ICDS 2 വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രിയിലടക്കം മാർക്ക്ഡ് ടു മാർക്കറ്റ് ലോസ് ഓർ എക്സ്പെക്റ്റഡ് ലോസസ് പെർമിറ്റ് ചെയ്യുന്നു. ഈവൻ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ബാലൻസ് ഷീറ്റ് ഡേറ്റിലെ ഫോറിൻ എക്സ്ചേഞ്ച് ലോസ് P&L അക്കൗണ്ടിൽ ചാർജ് ചെയ്യാം അസറ്റിന് ഒഴികെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മാർക്ക്ഡ് ടു മാർക്കറ്റ് ലോസ് പെർമിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം മറ്റ് ICDSൽ എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ എക്സെപ്ഷൻ പറയുന്ന കേസുകളിൽ നമുക്ക് റിക്കഗ്നൈസ് ചെയ്യാം. ICDS 1 ബന്ധപ്പെട്ട് അറിയേണ്ട അവസാനത്തെ പോയിന്റ്, അക്കൗണ്ടിംഗ് പോളിസി ഷാൾ നോട്ട് ബി ചേഞ്ച്ഡ് വിത്തൗട്ട് റീസണബിൾ കോസ്. മതിയായ കാരണങ്ങളില്ലാതെ. മതിയായ കാരണങ്ങൾ എന്താണ് സാർ? ഈ റീസണബിൾ കോസ് അറിയില്ല, പറഞ്ഞിട്ടില്ല. സാധാരണ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനകത്തും ഈ സെയിം പോയിന്റ് ഉള്ളതാണ് കേട്ടോ. ഇത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ ഉള്ള പോയിന്റ് തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു തവണ ഒരു അക്കൗണ്ടിംഗ് പോളിസി സെലക്ട് ചെയ്താൽ ആ അക്കൗണ്ടിംഗ് പോളിസി തോന്നുമ്പോൾ ഓന്ത് നിറം മാറുന്ന പോലെ മാറ്റിക്കൊണ്ടിരിക്കരുത്. അതിനൊരു കൺസിസ്റ്റൻസി വേണം. അത് ചുമ്മാ മാറ്റരുത്. നിങ്ങൾക്ക് മാറ്റാം റീസണബിൾ കോസ് ഉണ്ടെങ്കിൽ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് റീസണബിൾ കോസ് എന്താണെന്ന്. എന്താണ് റീസണബിൾ കോസ്? ഇപ്പോൾ നിങ്ങൾ WDV എന്ന് മാറി പെട്ടെന്ന് SLM ആയി. അക്കൗണ്ട്സിലെ കാര്യം ഞാൻ പറഞ്ഞ ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സിൽ WDV ആണല്ലോ. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വാറണ്ടിയുടെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തൊരു ട്രെൻഡ്, ആ ട്രെൻഡ് നിങ്ങൾ സഡൻലി മാറ്റുവാണ്. അപ്പം അങ്ങനെ ഒരു അക്കൗണ്ടിംഗ് പോളിസിയോ എസ്റ്റിമേറ്റോ ഒക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു റീസൺ വേണം.
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നത് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യുന്നതിന് റീസൺ ആയിട്ട് പറയുന്നത് ബെറ്റർ പ്രസൻറ്റേഷന് വേണ്ടി അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യാം. മറ്റേതെങ്കിലും ഒരു നിയമപ്രകാരം കംപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ ആ കംപ്ലയൻസ് വരുത്താൻ വേണ്ടി നിങ്ങളുടെ ഒരു നിലവിലെ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ചേഞ്ച് ചെയ്യാം. റീസണബിൾ കോസ് ആണ് ടു കംപ്ലൈ വിത്ത് എ ലോ, അല്ലെങ്കിൽ ഫോർ ബെറ്റർ പ്രസൻറ്റേഷൻ. മറ്റൊന്ന് പറയാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് കംപ്ലൈ ചെയ്യാൻ വേണ്ടി നിലവിൽ പെട്ടെന്നൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ ആയപ്പോൾ നിലവിൽ ഫോളോ ചെയ്യുന്ന ഒരു പോളിസി ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അതൊക്കെ റീസണബിൾ കോസാണ്. അപ്പോൾ വിത്ത് റീസണബിൾ കോസ് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യാം. വിത്തൗട്ട് റീസണബിൾ കോസ് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യരുത്. ബട്ട് വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ഓർ ഇൻസ്റ്റൻസസ് വിറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് റീസണബിൾ കോസ് എന്നുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുണ്ട്, ICDS പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് പറ്റുമെന്നറിയോ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ റീസണബിൾ കോസുകളൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ICDSനകത്ത് അല്ലെങ്കിൽ ഇൻകം ടാക്സിനകത്ത് പോളിസി ചേഞ്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അവർ പറയും ഇത് റീസണബിൾ കോസ് അല്ല. അപ്പോൾ അസസി പറയും റീസണബിൾ കോസ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയാം എന്താണ് റീസണബിൾ കോസ് എന്ന്. അപ്പം കാരണം ICDSൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ പോസിബിൾ ലിറ്റിഗേഷന് ചാൻസ് ഉണ്ട്. പലപ്പോഴും അസസി പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് റീസണബിൾ കോസ് ആണെന്ന് ചിലപ്പോൾ അംഗീകരിക്കില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ക്ലാരിറ്റി വരണം. എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷനോ സർക്കുലറോ കൊണ്ടുവന്നാൽ മാത്രമേ എന്താണ് ഈ റീസണബിൾ കോസ്, അതോ ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരിക്കുന്നതാണോ റീസണബിൾ കോസ് ഇംപ്ലൈഡ് ആണോ, അപ്പോൾ അതിലൊരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് ഡിസ്പ്യൂട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അത്രേ ഉള്ളൂ അതിനകത്ത് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക. വിത്തൗട്ട് റീസണബിൾ കോസ് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യരുത്. വിത്ത് റീസണബിൾ കോസ് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യാമെന്നാണ് അതിനെ മറ്റൊരു രീതിയിൽ പറയുമ്പോൾ. നമ്മുടെ ഏറ്റവും വലിയ വിഷയം രണ്ട് വിഷയങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 2 വിഷയങ്ങൾ. അതിലൊന്ന് പ്രൂഡൻസ് മിസ്സിങ് എന്നുള്ളത് കലിപ്പ് സാധനമാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ട്രിവാൻഡ്രം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാണ്, കലിപ്പാണ്, അത് പ്രശ്നമാണ്. 2 ഏതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്? മാർക്ഡ് ടു മാർക്കറ്റ് ലോസ് ആൻഡ് എക്സ്പെക്റ്റഡ് ലോസസ് ഷാൾ നോട്ട് ബി പെർമിറ്റഡ്, ഷാൾ നോട്ട് ബി റിക്കഗ്നൈസ്ഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അൺലെസ് ഇറ്റ് ഈസ് പെർമിറ്റഡ് ബൈ അതർ ICDS. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ഓർത്തിരിക്കണം. ഓക്കെ, പ്രൂഡൻസ് മിസ്സിംഗ് ആണെന്നുള്ളത് ICDS 1 എന്നുള്ള മദർ ICDSൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ മദർ ICDS ആയ ICDS 1ൽ പ്രൂഡൻസ് മിസ്സിംഗ് എന്ന് പറഞ്ഞതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ അലയൊലികൾ ബാക്കി ICDSൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കാം. അത് കഴിഞ്ഞ് കൺസേൺഡ് ICDS പഠിക്കുമ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടും. എങ്കിലും മദർ ICDS ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഗാംഭീര്യവും അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഗർജനത്തിൻ്റെ ഒരു അലയൊലി നമ്മൾ അറിയുന്നത് നല്ലതാണ്. ഈ ICDS മിസ്സിംഗ് എന്ന് പറഞ്ഞതും പ്രൂഡൻസ് മിസ്സിംഗ് എന്ന് പറഞ്ഞതും ICDS 1 മദർ ICDS എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഇമ്പാക്റ്റ് നോക്കൂ. ICDS 7 എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഗ്രാൻഡാണ് കേട്ടോ. ഗവൺമെൻറ് ഗ്രാൻഡിൻ്റെ ICDS ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലും ഗവൺമെൻറ് ഗ്രാൻഡിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഗവൺമെൻറ് ഗ്രാൻഡിനെ പറ്റി പറഞ്ഞാൽ എന്താണെന്നറിയോ? ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്രാൻഡ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, കയ്യിൽ കിട്ടി എന്നുവെച്ചാൽ പ്രീവിയസ് ഇയർ ആക്ച്വലി റിസീവ് ചെയ്തു ഗവൺമെൻറ് ഗ്രാൻഡ്. പക്ഷേ ആക്ച്വലി ഗവൺമെൻറ് ഗ്രാൻഡ് കയ്യിൽ റിസീവ് ചെയ്തെന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു കാരണവശാലും അതിനെ ഇൻകത്തിലെടുക്കാൻ പറ്റില്ല. അതെന്താ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ഇതാണ് ഗവൺമെൻറ് ഗ്രാൻഡിൻ്റെ. എന്താണെന്നറിയോ? ആ കിട്ടിയ ഗ്രാൻഡ് ഇൻകത്തിൽ നിങ്ങൾക്ക് റിക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗ്രാൻഡുമായി അറ്റാച്ച് ചെയ്യുന്ന കുറേ ഒബ്ലിഗേഷൻസും കുറേ കണ്ടീഷൻസും കാണും. ആ ഒബ്ലിഗേഷൻസ് നിങ്ങൾ മീറ്റ് ചെയ്യണം. ഇനി ഇപ്പം മീറ്റ് ചെയ്യേണ്ട, ഫ്യൂച്ചറിൽ മീറ്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ മീറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ എഗ്രി ചെയ്യണം. 2 ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താലേ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് ഗ്രാൻഡിനെ ഇൻകമായിട്ടോ അല്ലെങ്കിൽ കൺസേൺഡ് പിന്നെ വേറെ എന്താണോ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റും. അതായത് ഇൻകത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഗ്രാൻഡ് നിങ്ങൾ റിക്കഗ്നൈസ് ചെയ്യണമെന്നുള്ള ഏറ്റവും ബേസിക് കണ്ടീഷൻ ഇതാണ്. ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ലൈബിലിറ്റീസ് അറ്റാച്ച്ഡ് ടു ദാറ്റ് ഗ്രാൻഡ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. അല്ലെങ്കിൽ കണ്ടീഷൻ, ബേസിക് കണ്ടീഷൻ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. അല്ല കയ്യിൽ കിട്ടി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല നമ്മൾ ചെയ്യും എന്ന് വെച്ച് ഇൻകത്തിലെടുക്കാൻ പാടില്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ ഗവൺമെൻറ് ഗ്രാൻഡ് ഏറ്റവും വലിയ പ്രിൻസിപ്പിളാണ്. ഒന്ന് അകത്തിറങ്ങി നോക്കിയാൽ മനസ്സിലാവും. പ്രൂഡൻസ് ആണ് പ്രിൻസിപ്പിൾ. കാര്യം നിങ്ങൾക്കത് ഇങ്ങോട്ട് എടുക്കാൻ വരട്ടെ, ചാടിക്കയറി എടുക്കല്ലേ. കുറേ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ പിന്നെ ആകെ പണിയാവുമേ. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ന് ഉറപ്പുണ്ട്, സാറ്റിസ്ഫൈ ചെയ്തിട്ട് മാത്രം എടുത്താൽ മതിയേ. പ്രൂഡൻസ് ആണ്. ഗ്രാൻഡ് അല്ലേ, കിട്ടുന്നല്ലേ. പിന്നെ വയ്യാവലി ആയാലോ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യൂ. പ്രൂഡൻസ് പ്രിൻസിപ്പിൾ. ICDS പറയുമ്പോൾ ICDS 7 എന്താ പറയണമെന്നറിയോ? ICDS 7 പറയണത് ഗ്രാൻഡ് കിട്ടിയെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഇൻകോട്ട് എടുത്തോളാം. പ്രൂഡൻസ് ഈസ് മിസ്സിംഗ്. The recognition of government grant as income cannot be postponed beyond the year in which it is actually received. ആക്ച്വലി കിട്ടിയ ഇയറിന് അപ്പുറത്തോട്ട് നിങ്ങൾക്ക് റെക്കഗ്നീഷൻ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ആ ഇയറിൻ്റെ പ്രപ്പോർഷൻ ഇൻകം എത്രയാണോ അത് കാണിച്ചേ പറ്റുള്ളൂ എന്ന്. ഈവൻ ദോ ദ ബേസിക് കണ്ടീഷൻസ് അറ്റാച്ച്ഡ് ടു ദാറ്റ് ഗ്രാൻഡ് ഹാസ് നോട്ട് ബീൻ സാറ്റിസ്ഫൈഡ്, വൺസ് യു ഫിസിക്കലി റിസീവ്ഡ് ദ ഗ്രാൻഡ് ഇറ്റ് മസ്റ്റ് ബി റിക്കഗ്നൈസ്ഡ് ആസ് ഇൻകം. എന്ത് കിടിലം കോമഡിയാണ്. ICDS 7 ആണ്. ആ പ്രൂഡൻസ് മിസ്സായി. നോക്കൂ, അക്കൗണ്ട്സിൽ നിന്ന് എത്രത്തോളം ഇത് മാറി ചിന്തിക്കുന്നു. രണ്ടും 2 ധ്രുവങ്ങളാണ്. മറ്റേ സൗത്ത് പോൾ നോർത്ത് പോൾ എന്നൊക്കെ പറയുന്നതാണ്. രണ്ടും 2 രീതിയിലാണ് പോണത്. ഇവർ ചേരൂല, ഒരിക്കലും ചേരില്ല. പണ്ട് തൊട്ടേ ചേരൂല, ഇനി ഫ്യൂച്ചറിലും ചേരാൻ പോണില്ല. അപ്പോൾ ICDS 7 പ്രൂഡൻസ് മിസ്സിംഗ് ആണ്.
ഗവൺമെൻറ് ഗ്രാൻഡിൻ്റെ ആ പ്രൂഡൻസ് മിസ്സിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഗവൺമെൻറ് ഗ്രാൻഡ് എന്നുള്ള ICDS 7 ICDSൽ വന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാര്യമായിട്ട് പഠിക്കും ICDS 7. ICDS 4 റവന്യൂ റെക്കഗ്നീഷൻ ആണേ. സാധാരണ ഇതിൽ റീസണബിൾ സെർട്ടനിറ്റി ഫോർ അൾട്ടിമേറ്റ് കളക്ഷൻ ഉണ്ടെങ്കിൽ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ബേസിക് ആയിട്ട് അക്കൗണ്ടൻസിയിലെ പ്രിൻസിപ്പിൾ. അത് തന്നെയാണ് ICDSലെ പ്രിൻസിപ്പിൾ. പക്ഷേ ഈ സർവീസ് കോൺട്രാക്റ്റ് എന്നുള്ള വരുമാനം, എസ്പെഷ്യലി മറ്റൊരു വ്യക്തിയുടെ അസറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, മണി, പിന്നെ പൈസ കൊടുത്തിട്ട് ഇൻട്രസ്റ്റ്, ടെക്നോളജി കൊടുത്തിട്ട് റോയൽറ്റി, പേറ്റൻറ്റ് കൊടുത്തിട്ട് റോയൽറ്റി, ഇങ്ങനത്തെ വരുമാനങ്ങൾക്ക് റീസണബിൾ സെർട്ടനിറ്റി ഫോർ അൾട്ടിമേറ്റ് കളക്ഷൻ ഇല്ലെങ്കിലും, എന്ന് വെച്ചാൽ റീസണബിൾ സെർട്ടനിറ്റി മിസ്സിംഗ് ആണെങ്കിൽ പോലും അതിനെ ഇൻകമായിട്ട് റെക്കഗ്നൈസ് ചെയ്യണമെന്നാണ് ICDS 4 പറഞ്ഞത്. എന്ത് ശുദ്ധ അസംബന്ധമാണ്. കാരണം പ്രൂഡൻസ് പ്രിൻസിപ്പിൾ പ്രകാരം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഒരു അത്യാവശ്യം ഒരു റീസണബിൾ സെർട്ടനിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇൻകത്തിലെടുക്കാവൂ. ശരിക്കും പറഞ്ഞാൽ ചില കേസിൽ വെർച്വൽ സെർട്ടനിറ്റി തന്നെ വേണം, എന്നാലും ഇൻകത്തിലെടുക്കാവൂ. പക്ഷേ ടാക്സിൽ റീസണബിൾ സെർട്ടനിറ്റിയാണ്. ശരി പോട്ടെ, റീസണബിൾ സെർട്ടനിറ്റി എങ്കിലും ഉണ്ടെന്ന് വയ്ക്കാം. പക്ഷേ ആ റീസണബിൾ സെർട്ടനിറ്റി പോലും വേണ്ട സർവീസ് കോൺട്രാക്റ്റുകളും അതുപോലെ മറ്റൊരു വ്യക്തിയുടെ അസറ്റ് ഉപയോഗിച്ച് ഈൽഡ് ചെയ്യുന്ന ഇൻകം തുടങ്ങിയ കേസുകളിൽ, അതായത് ഈ പറഞ്ഞ ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് വിട്ടേക്കു, റെസീറ്റ് ബേസിലാണെന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് ICDSൽ, ഇൻട്രസ്റ്റ് ഇൻകം, റോയൽറ്റി ഇൻകം തുടങ്ങിയ ഇൻകംസ്, അതുപോലെ ചില സർവീസ് കോൺട്രാക്റ്റുകൾ അവിടെ റീസണബിൾ സെർട്ടനിറ്റി ഫോർ അൾട്ടിമേറ്റ് കളക്ഷൻ ഇല്ലെങ്കിലും റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണമെന്ന്. പ്രൂഡൻസ് ഈസ് മിസ്സിംഗ് വളരെ എവിഡൻ്റാണ്. ICDS 3 കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് ആണേ. ഇത് ഈ ICDS 7 എന്ന് പറയുന്നത് ഗവൺമെൻറ് ഗ്രാൻഡാണ്. നമ്മൾ കാര്യമായിട്ട് പഠിക്കുമല്ലോ, നമ്മൾ ഓരോ ICDS ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ് ഗ്രാൻഡ്. ICDS 4 എന്ന് പറഞ്ഞാൽ റവന്യൂ റെക്കഗ്നിഷൻ. ICDS 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ്. അപ്പോൾ ICDS 3 കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൽ ഇവരുടെ ഈ പ്രൂഡൻസ് എങ്ങനെയാണ് മിസ്സിംഗ് എന്നറിയോ? ICDS 3 കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൽ പറയുന്നത് നമ്മൾ സാധാരണ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡാണ്. ഒരു വലിയ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് ആകുമ്പോൾ നമ്മൾ എത്ര വർക്ക് ചെയ്തോ അതിൻ്റെ ഇൻകം ആ വർഷം റെക്കഗ്നൈസ് ചെയ്യണം. അതാണ് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ്, POCM. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇയറിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ 7ൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറയാം. അക്കൗണ്ട്സിലെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ 60% ഓഫ് ദ കൺസ്ട്രക്ഷൻ വർക്ക് കംപ്ലീറ്റ് ആയി. ആ 60% ഇൻകം റെക്കഗ്നൈസ് ചെയ്യണം. പക്ഷേ ആ 60% ഇൻകം റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഈ കോൺട്രാക്റ്റ് എൻഡ് ചെയ്യുമ്പം നഷ്ടത്തിലേ കലാശിക്കൂ. കാരണം 60% വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി സംഗതി ലോസിലോട്ടാണ് പ്രോജക്റ്റ് പോകുന്നത്. ഈ കൺസ്ട്രക്ഷൻ, ഈ പ്രോജക്റ്റ് തീരുമ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി കമ്പനിക്ക് ലോസ് ആയിരിക്കും. അത് 60% റെക്കഗ്നൈസ് ചെയ്ത സമയത്ത് പെർസെൻറ്റേജ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായാൽ ആ കേസിൽ അക്കൗണ്ട്സിൽ പറയുന്നത് ബാക്കി 40% കംപ്ലീറ്റ് ആയിട്ടില്ല, ബട്ട് ബാക്കി 40% കംപ്ലീറ്റ് ആകുമ്പോൾ ലോസിലെ കലാശിക്കും നമുക്കറിയാം. എങ്കിൽ ആ ബാക്കി 40%ൽ വരാൻ ചാൻസ് ഉള്ള ലോസിനും കൂടെ ഇപ്പോൾ പ്രൊവിഷൻ ഇടണമെന്ന്. സാർ അത് എക്സ്പെക്റ്റഡ് ലോസ് അല്ലേ? അതെയാണ്. അല്ലെങ്കിലും അത് പ്രൂഡൻസ് ബേസിൽ നിങ്ങൾ നഷ്ടം വരുന്നുണ്ട്, ഇമ്മീഡിയറ്റ്ലി അത് റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ ആ കംപ്ലീറ്റ് ബാക്കി ലോസിന് നിങ്ങൾ പ്രൊവിഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്യണമെന്നാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ പ്രൊവിഷൻ. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ 60% ചെയ്തപ്പം ആ 60% നഷ്ടം വന്നാൽ ആ 60% നഷ്ടം മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി. ബാക്കി ടോട്ടൽ കോൺട്രാക്റ്റ് ലോസ് വരുമോ ഇല്ല എന്നുള്ളത് പിന്നെ നമുക്ക് നോക്കാം, കോൺട്രാക്റ്റ് തീരുമ്പോൾ നോക്കാം, അല്ലെങ്കിൽ ബാക്കി പെർസെൻറ്റേജ് ആകുമ്പോൾ നോക്കാം. ഇപ്പോൾ സമ്മതിക്കില്ല. എക്സ്പെക്റ്റഡ് ലോസസ് അല്ലെങ്കിൽ പോസിബിൾ ലോസസിന് പ്രൊവിഷൻ ഇടാൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സമ്മതിക്കുമ്പോൾ ICDS 3 കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് ടാക്സ് ലോയിൽ സമ്മതിക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് ആലോചിച്ച് നോക്ക്. അക്കൗണ്ട്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രൊവിഷൻ ടാക്സ് കമ്പ്യൂട്ടേഷൻ വരുമ്പോൾ പിടിച്ച് ഡിസലവ് ചെയ്യും. മറ്റേ റവന്യൂ റെക്കഗ്നിഷൻ ആലോചിച്ച് നോക്ക്. അക്കൗണ്ടൻസിയിൽ റീസണബിൾ സെർട്ടനിറ്റി ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ വെർച്വൽ സെർട്ടനിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇൻകം എടുത്തില്ല. ഇവിടെ ഈ പറഞ്ഞ ചില സർവീസ് കോൺട്രാക്റ്റുകൾക്കും ഇൻട്രസ്റ്റ്, റോയൽറ്റി പോലുള്ള ഇൻകത്തിന് റീസണബിൾ സെർട്ടനിറ്റി ഇല്ലെങ്കിൽ പോലും ടാക്സിൽ എടുക്കേണ്ടി വരും. അപ്പോൾ അക്കൗണ്ട്സിൽ എടുക്കാത്ത ഇൻകം ടാക്സിൽ എടുക്കപ്പെടും. അക്കൗണ്ട്സിൽ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ ടാക്സിൽ ഡിസലവ് ചെയ്യപ്പെടും. അക്കൗണ്ട്സിൽ എടുക്കാത്ത ഗവൺമെൻറ് ഗ്രാൻഡ് ടാക്സിൽ ഇൻകം ആക്കപ്പെടും. നെറ്റ് ഇമ്പാക്റ്റ് എന്താ? പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഏർലിയർ റിക്കഗ്നിഷൻ ഓഫ് ഇൻകം. ഇത് തന്നെയാണ് ഏത് ICDS പഠിച്ച് എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കുറുക്ക് വഴിയാണ്, ഞാൻ എളുപ്പത്തിൽ പറഞ്ഞാണ്. അക്കൗണ്ട്സിലെ എക്സ്പെൻസ് ഇവിടെ പിടിച്ച് ആഡ് ചെയ്യും, അക്കൗണ്ട്സിൽ എടുക്കാത്ത ഇൻകം ഇവിടെ ആഡ് ചെയ്യും, ഇവിടെ ഇൻകോട്ട് എടുക്കും. അപ്പോൾ ഈ കൂടുതൽ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇനീഷ്യലി ഇൻകം ടാക്സിൽ ഇൻകം കൂടുതലായിരിക്കും, അക്കൗണ്ട്സിൽ ഇൻകം കുറവായിരിക്കും. കാരണം അക്കൗണ്ട്സിൽ എടുക്കുന്ന എക്സ്പെൻസ് ഇവിടെ ഡിസലവ് ചെയ്യല്ലേ, അക്കൗണ്ട്സിൽ എടുക്കാത്ത ഇൻകം ഇവിടെ എടുക്കുമല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൂഡൻസ് എന്നുള്ള പ്രിൻസിപ്പിൾ മിസ്സിംഗ് ആയതിൻ്റെ ഒരു അലയൊലികൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു. വേറെ ഒരുപാട് അലയൊലി ഉണ്ട് കേട്ടോ, എല്ലാ അലയൊലിയും കൂടെ പറയാൻ സമയമില്ല. തൽക്കാലം ഇത് മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒരു പ്രൂഡൻസിൻ്റെ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ICDS 1 കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ICDS 2, ICDS 3, അങ്ങനെ ഒരു 3-4 ICDS ആകുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ 10 ICDS നമുക്ക് കവർ ചെയ്യാം. എന്നിട്ട് 10 ICDSമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് യു ഗോട്ട് എ വെരി ഗുഡ് ഐഡിയ റിഗാർഡിങ് ICDS. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞതാണ്. അപ്പോൾ ICDS 1 പറ്റി ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കാം. ഗോട്ട് ഇറ്റ്?